ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ. അപ്പൊ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ടീച്ചർ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വെച്ച കണിയൊന്നുമല്ല, ഇനി എന്നെയല്ല ഉദ്ദേശിച്ചത് എന്നുള്ളതും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം സംഭവം എന്താ വെച്ചാല്, ഗുരുവായൂർ റോഡ് സൈഡിൽ കണ്ണന്റെ വിഷുക്കണി കണ്ടപ്പം ഞാൻ അതിന്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെച്ച വിഷുക്കണി എന്നുള്ള രീതിയിലാണ് ടീച്ചറുടെ ആ ഒരു പോസ്റ്റ് കണ്ടത്. അപ്പോൾ ഇനി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ ചെയ്യാണ് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. കണ്ണനെ കണ്ടപ്പം ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഏറെ വൈകിയ വേളയിലായ പോലും ഒരു വിശേഷ നാളിൽ എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും വക എല്ലാവർക്കും വിഷു ആശംസകൾ. പ്രത്യേകിച്ച് കണ്ണനുമായി ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഈ ഒരു നാളിൽ ഇതുപോലുള്ള വിവരങ്ങൾ കേൾക്കുക, അത് കാണുക, പറയുക എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നിമിഷങ്ങൾ തന്നെയാണ്. അതൊരു ഭക്തിയാണെന്നുണ്ടെങ്കിൽ അത് സന്തോഷമേ ഉണ്ടാക്കുള്ളൂ. അതിലപ്പുറത്തേക്ക് അതൊരു പ്രഹസനമോ കോമാളിത്തരമോ ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടലോ, അതല്ലെങ്കിൽ ഒരു അമ്പ് വിശ്വാസിയുടെ സമൂഹത്തിന് നേർക്ക് തൊടുത്ത് വിടുന്ന ഒരു അമ്പ് പോലെയായി തോന്നുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വെല്ലുവിളിക്കുന്നത് പോലെ ഒരു ഫീലാണ് ഇത് കാണുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ക്ലാരിഫിക്കേഷൻസ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലർക്കെങ്കിലും തോന്നിപ്പോയൊരു കാര്യം, ഇത് ഏതെങ്കിലും പരിസരത്ത് ഇവൾ തന്നെ വെച്ച കണിയാണോ ആൾക്കാരെ വെല്ലുവിളിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കുന്നത് പല വീഡിയോസിലും ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ. അതായത് ഇത് ഗുരുവായൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിൽ അവിടെ ആ ഭാഗത്ത് തുടങ്ങുന്ന ഭാഗത്തായിട്ട് അവിടെയുള്ള ആൾക്കാർ ഒരുക്കിയ കണിയാണ്. അവിടെ വന്ന സമയത്ത് നമ്മൾ കേട്ടതാണ്, 14 വർഷങ്ങളായിട്ട് അവൾ സമർപ്പിക്കുന്ന കൃഷ്ണന്റെ വരച്ച ചിത്രം സമർപ്പിക്കുക എന്നൊരു രീതിയുണ്ട്. അതനുസരിച്ച് ഇന്നും പോയിട്ടുണ്ടായിരുന്നു. ആ ചിത്രം വരച്ചത് മാറ്റിയേക്ക. കാരണം ഈ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇറങ്ങിയതിൽ എല്ലാവരും പറയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റൈലിൽ തന്നെ വരയ്ക്കുന്ന കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അതുകൊണ്ട് വേറൊരു സ്റ്റൈലുള്ള കൃഷ്ണനെ ഇച്ചിരി ചരിച്ചും അല്ലെങ്കിൽ ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് കുടമൊക്കെ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ അതിലെനിക്ക് സംശയം തോന്നിപ്പോയ ആ ഒരു ചിത്രം ഞാൻ ഇവിടെ വയ്ക്കാം. എനിക്കതിലൊരു ക്ലാരിറ്റിയും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം കുറച്ചൊക്കെ ഞാനും ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം വരയ്ക്കുകയൊക്കെ ചെയ്യും, കണ്ടു വരയ്ക്കുകയൊക്കെ ചെയ്യും. ഇത് കണ്ട സമയത്ത് എനിക്ക് കയ്യിൽ ഏതോ ഒരു ഊത്തിരിക്കുന്നതാണ് കാണാൻ തോന്നുന്നത്. ഒരു ഊതുന്ന കൃഷ്ണനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് മുന്നേ ഇത് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ട ഒരു രീതി, അതിലപ്പുറത്തേക്ക് ഇതിന് മുന്നേ ഓടക്കുഴൽ എടുത്തിട്ട് ഇങ്ങോട്ട് ഊതി കളിക്കുന്ന ഇവളുടെ തന്നെ ഒരു വീഡിയോ സത്യത്തിൽ കടന്ന് വൈറലായി ഇങ്ങനെ പോണത് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഓടക്കുഴൽ എങ്ങനെ വായിക്കൊണ്ടുള്ളതെന്ന് പോലും ഒക്കെ അറിയത്തില്ല. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഊത്തൂതലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാത്തിനും. അതുപോലൊരു കൃഷ്ണനായിട്ടാണ് എനിക്കിത് തോന്നിയെന്ന് പറയുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് എന്തായാലും അത് കൊടുത്തതിന് ശേഷം ആ പരിസരത്ത് വെച്ചിരുന്ന ആ കൃഷ്ണനെ കണ്ട സമയത്താണല്ലോ ഇവർക്ക് സ്നേഹം ഭയങ്കര അണപൊട്ടി ഒഴുകുന്നത്. ആ അണപൊട്ടി ഒഴുകുന്ന സ്നേഹത്തെ അവർക്ക് പിടിച്ചു നിർത്താനൊന്നും അറിയത്തില്ല. അത് കൃത്യമായിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്ന സമയത്ത് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് ആ സ്നേഹം ഭയങ്കരമായിട്ട് അണപൊട്ടി ഒഴുകുള്ളൂ. അത് ആൾക്കാരെ കാണിക്കുമ്പോഴാണ് അവർക്ക് ആ സ്നേഹത്തിന് അങ്ങ് തീവ്രത വർദ്ധിക്കുന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ കെട്ടിപ്പിടിക്കുക, കൃഷ്ണനെ ഉമ്മ വയ്ക്കുക. ഇനി എൻ്റെ സംശയം, ഈ പറയുന്ന കണ്ണന്റെ രാധ എന്ന് മാറ്റി ഇനി കണ്ണന്റെ കുറൂറമ്മ എന്ന് മാറ്റി പറയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അമ്മയാണ് ഇനി കൃഷ്ണന്റെ അമ്മയാണ്, അമ്മയ്ക്ക് തുല്യമാണ്, അമ്മയോടുള്ള വാത്സല്യമാണ് എനിക്ക് കൃഷ്ണൻ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരുന്നാൽ ഭാഗ്യം. എനിക്ക് ഈ വീഡിയോ ഒക്കെ കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അവള് തന്നെ അതിനകത്ത് കൊടുത്തതിന്റെ കാരണം കൃത്യമായിട്ടുണ്ട്. അതായത് ശശികല ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ പേജിലിട്ടുള്ള ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഇട്ടിരിക്കുന്നത്. അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ വെളിയിലും മറ്റും കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരം പോലെ ഒരു കാര്യത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് അവർ ഇട്ടിട്ടുണ്ട് പോസ്റ്റ്. ആ പോസ്റ്റിന് മറുപടി എന്നോളം ഭയങ്കര നിസ്വാർത്ഥ സ്നേഹം ഒഴുക്കുന്ന തരത്തിൽ ഭയങ്കര പാവം പോലെ, അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര സൗമ്യമായി വാചാലമായി സംസാരിക്കുകയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ഈ ശശികല ടീച്ചറിനോട് ഭയങ്കര റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്നത്. എന്നെ അല്ല പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനല്ല അതവിടെ വെച്ചത് എന്നൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ആരെയാണ് താങ്ങി നിർത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഹിന്ദു മതത്തിലെ ആൾക്കാരെയോ അതോ ഈ പറയുന്ന മുസ്ലിം മതത്തിലെ ആൾക്കാരെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക? എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ ഈ പറയുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നിങ്ങൾ ഈ കോപ്രായങ്ങളല്ല കാണിച്ചു കൂട്ടേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ സ്നേഹവും ഈ വിശ്വാസവും ഒക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഒതുങ്ങേണ്ട കാര്യമാണ്. ഈ ചുവരുകൾക്കുള്ളിൽ, നമ്മുടെ മുറിക്കുള്ളിൽ, നമ്മുടെ വീടിനുള്ളിൽ
ഒതുങ്ങി കാണിച്ചാലും ആ സ്നേഹമായിട്ട് തന്നെ നിലനിൽക്കപ്പെടത്തില്ലേ? പിന്നെ അതിലപ്പുറത്തേക്ക് എന്തിനാണ് ഈ ക്യാമറ ഫോക്കസിനുള്ളിലേക്ക് കൊണ്ടുവന്നത്? ആൾക്കാരെ കാണിച്ചാൽ മാത്രമേ ഈ സ്നേഹത്തിന് വളർച്ച ഉണ്ടാവുള്ളൂ. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു തന്ത്രമാണെന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നതിൻ്റെ കാരണം. അതിലപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത്? അത്രയും വിശ്വാസിയായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ തുടരാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ലല്ലോ. ഇതിപ്പം ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരും നിങ്ങളുടെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്നു, മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും നിങ്ങളുടെ ശത്രുവായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് ആരും തന്നെ കൂടെ ഉണ്ടാവില്ല. അവസാനം നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. നിങ്ങൾ അവസാനം യേശുവിൻ്റെ ചിത്രം വരച്ചിട്ട് പിന്നെ ഈ യേശു മതവിശ്വാസികളെ ശല്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. ഇതായിരിക്കും നിങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിലേ ചെന്ന് എത്തപ്പെടുള്ളൂ. അതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നിപ്പോയൊരു അത്ഭുതം എന്ന് പറയുന്നത്, പല കമന്റിലൂടെയും ഞാൻ വായിച്ചൊരു കാര്യമാണ്, എനിക്ക് തോന്നപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതായത് KJ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ എന്ത് മൂല്യമാണ് ഈ പറയുന്ന ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ആൾക്കാർ, ഈ ക്ഷേത്ര ഭാരവാഹികളൊക്കെ കൊടുത്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ആ മനുഷ്യൻ ഇത്രയും തീവ്രമായി, ഇത്രയും അതിസാന്ദ്രമായിട്ട്, അല്ലെങ്കിൽ അത്രയും ഭക്തിയോടെ ഈ കൃഷ്ണന്റെ പാട്ടുകൾ പാടുന്ന, അത്രയും അലിഞ്ഞു പാടുന്ന ഒരു ഗായകൻ. ആ ഗായകൻ എത്രത്തോളം പാട്ടുകളാണ് കൃഷ്ണന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിന് എണ്ണം പോലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോലും മനസ്സലിയുന്ന പോലുള്ള അത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ടുകൾ, അത്രയും ചെയ്ത, അത്രയും ഈ പറയുന്ന എന്താ പറയുന്നത്, പരിപൂർണമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പവിത്രമായിട്ടുള്ള സ്നേഹമുള്ള ഒരു ഗായകൻ. ആ ഗായകന് കൊടുക്കാത്ത എന്ത് തരത്തിലുള്ള എന്ന് പറയുന്നത് ഒരു മുൻഗണനയാണ് ഈ പറഞ്ഞ ജസ്ന സലീമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ആർട്ടിസ്റ്റോ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ടോ? അപ്പം ഈ പാട്ട് പാടുന്നതിന് എന്താ പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ലേ? ആ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തി ലോക പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് ദൈവങ്ങൾ ഉറങ്ങുന്നു, ഉണരുന്നു, ഇതെല്ലാം ചെയ്യുന്നു. എല്ലാ ജാതി മതത്തിൽപ്പെട്ട എല്ലാ ദൈവങ്ങളുടെയും പാട്ടുകൾ അദ്ദേഹം പാടുന്നു. അദ്ദേഹം എഴുതിയ പാട്ടുകൾ അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത പാട്ടുകൾ അടക്കം നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം ഇത്രയും വലിയൊരു മനുഷ്യൻ ഒരിക്കലും ഇത്രയും വലിയ കോലാഹലങ്ങൾ ഈ ദൈവത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിട്ടില്ല. ഒരു പ്രഷറും ഒരു സ്ട്രെസ്സും ആർക്കും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യന് വേണ്ടി ഒരു ഹൈന്ദവരും മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ മിണ്ടാതിരിക്കുന്നത്, അദ്ദേഹത്തിനോടുള്ള ഈ എതിർപ്പുകളും ബാക്കി കാര്യങ്ങളും ഞാൻ കേട്ടില്ല. പക്ഷെ ജസ്ന സലീമിന് വേണ്ടി ഒരുപാട് പേര് മൗനം പാലിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരാളും ഇതിനെതിരെ സംസാരിക്കുന്നത് കാണാനേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പോലും പിടിയിട്ടാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നിന്നാൽ എത്രത്തോളം ക്യൂ സഹിച്ച് ഒരു കുഞ്ഞിൻ്റെ ചരട് കെട്ടോ, അല്ലെങ്കിൽ ഈ കുഞ്ഞിന് ഈ പറയുന്ന ഊണ് കൊടുക്കൽ, അങ്ങനെയുള്ള ചടങ്ങുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ പോലും നമുക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് മാറ്റി നിർത്തപ്പെടൽ അനുഭവിക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന പ്രയോറിറ്റി കൂടുതലായിട്ട് പല അമ്പലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ജസ്ന സലീമിന് കൃത്യമായിട്ട് തട്ടമിട്ടുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ വരുന്നു, അല്ലെങ്കിൽ അവിടെ പോയി എന്ത് പേക്കൂത്തും കാണിക്കാൻ പറ്റുന്നു, അവിടെ പോയി വീഡിയോഗ്രാഫി അത് ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നു, കൃഷ്ണ വിഗ്രഹത്തിൽ പോയി മാല ചാർത്താൻ കഴിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടുന്ന് കൊടുത്തു ഈ പ്രയോറിറ്റി? എങ്ങനെ കിട്ടി ഈ പ്രയോറിറ്റി? എങ്ങനെയാണ് ഈ പ്രിവിലേജസ് ഇവർക്ക് കിട്ടിയത്? അതിനെല്ലാം കാരണക്കാരാരാണ്? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കോടതി ലക്ഷ്യമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം. കോടതി കേസ് എടുക്കാൻ സ്വമേധയാ പറഞ്ഞിട്ടും ഈ പറയുന്ന ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവൾ നിരന്തരമായി വന്ന് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരെ നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ്റെ വകയാണോ, അമ്മയുടെ വകയാണോ, ഗുരുവായൂർ അമ്പലം നിങ്ങളുടെയൊക്കെ വകയാണോ? ഗുരുവായൂരപ്പനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ആരുടെ കൂടെ ആണെങ്കിലും ഇറങ്ങിപ്പോവും, സ്നേഹിച്ചാൽ ഇറങ്ങിപ്പോവും. അതിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസക്കേടുമില്ല. ഞങ്ങൾക്ക് അറിയതാണ്, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഏത് മതത്തിൽപ്പെട്ട ദൈവങ്ങളെയും വിശ്വസിക്കുക, ആരാധിക്കുക, എന്തോ ചെയ്തോട്ടെ. പക്ഷെ ദൈവങ്ങളെ വെച്ച് കളിക്കുക, അതൊരു സമൂഹത്തിന് നേരെ ഈ പറയുന്ന എന്തോ നേരത്തെ പറഞ്ഞ പോലെ തൊടുത്തു വിടുന്ന ഒരു അമ്പായിട്ട് തൊടുത്തു വിടുക, ഇതൊക്കെ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രഹസനങ്ങൾ നടത്തുക, ഇതല്ല യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ഇത് കപടഭക്തി തന്നെയാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുടെ ഒരു അംശം പോലും ഇതിൽ കലർന്നിട്ടില്ല. ഒരു വിഷു ദിനത്തിൽ അല്ലെങ്കിൽ ഒരു വിഷു വേളയിൽ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണപ്പെടുന്ന സമയത്ത് ഒരുപാട് വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ജസ്ന സലീമിന്റെ ചിത്രങ്ങൾ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് പരിപൂർണതയുള്ളൊരു ചിത്രമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഭയങ്കര ഗാംഭീര്യമുള്ള ചിത്രമായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ചിത്രമായിട്ടോ തോന്നില്ല. അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതിൽ കൃഷ്ണന്റെ മുഖം വേങ്കോണിച്ചിരിക്കുന്നത് പോലെ എനിക്ക് മാത്രം തോന്നിയ കാര്യമാണത്, എനിക്ക് തോന്നിയ കാര്യമാണതെന്ന് പറയുന്നത്. അതിനകത്ത് അത്രയും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല ജസ്ന സലീം.
പിന്നെ എന്തുകൊണ്ട് ജസ്ന സലീമിന് ഇത്രയധികം ഈ പോപ്പുലാരിറ്റി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തട്ടമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ആ തട്ടം തന്നെയാണ് അവളുടെ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും അവർക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറി ഹിന്ദു സമുദായത്തിലേക്ക് കയറാൻ കഴിയില്ല. അതിന് കാരണം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾ കൃഷ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അതിൽ വേറൊരു ചർച്ചയ്ക്ക് ഒരിടമില്ല, ഒരു വഴിയില്ല, അവിടെ വേറൊരു നെഗറ്റീവായിട്ടുള്ള ചിന്തയും കടന്നുകൂടില്ല. അതേസമയം മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ദൈവത്തിന്, അവരുടെ ദൈവത്തിന് വരയ്ക്കുന്ന സമയത്ത് ചർച്ചയ്ക്ക് അവിടെ ഇടമുണ്ട്. അതാണ് ഇവിടുത്തെ ബിസിനസ്, അതാണ് ഇവിടുത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല സമയത്തും തലയിൽ തട്ടമിടാത്ത ഈ സ്ത്രീ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത്, കൃഷ്ണന്റെ അമ്പലത്തിൽ കയറുന്ന സമയത്ത് മാത്രം തലയിൽ തട്ടമിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. നിങ്ങളുടെ ഭക്തി അത്രയും വിശ്വാസമുള്ളതാണ്, അത്രയും പരിപൂർണമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വീടിനുള്ളിൽ കാണിക്കൂ. അത് ബാക്കിയുള്ളവരെ കാണിച്ചാലേ നിങ്ങളുടെ ഭക്തി ആകൂ എന്നുള്ള വല്ല പ്രദർശനമാകണമെന്നുള്ള വല്ല നിർബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് സ്വയം ബോധ്യം ആവേണ്ട കാര്യമാണ്. ഇപ്പോഴും പോലും അവർ ചെയ്ത തെറ്റെന്താണെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടില്ല. ഞങ്ങൾ വിശ്വാസികൾക്ക് കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ആരാധനാ പുരുഷനായിട്ടുള്ള വ്യക്തിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അവതാരമാണ്. ആ അവതാരത്തിനെ വെച്ച് ഇത്തരത്തിൽ കളിക്കലുകൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് രോഷം കൊള്ളും, ഞങ്ങൾക്ക് വല്ലാത്തൊരു അമർഷം തോന്നും. കൃത്യമായി പറഞ്ഞു, നിങ്ങൾ തന്നെ മറ്റൊരു വീഡിയോയിൽ ഇതിന് മുന്നേ ഇതുപോലത്തെ കോപ്രായങ്ങൾ, കേക്ക് മുറിച്ച് കോപ്രായം കാണിച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ രീതിയിലുള്ള ചേഷ്ടകളും ബാക്കി കാര്യങ്ങളും എന്തെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രവർത്തികൾ ഞാനിനി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്കിന് എത്രമാത്രം വിലയുണ്ടെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിങ്ങളെ വിമർശിക്കില്ല, ബാക്കി കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഭക്തി ഉണ്ടെന്നുള്ളത് പരിപൂർണമായിട്ട് സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നിങ്ങൾ ആ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ അമ്പലത്തിൽ പോയി ഇതൊക്കെ കൊടുക്കും. ഇത് എന്തിനാണ് വീഡിയോ എടുത്ത് ആൾക്കാരെ പ്രദർശിപ്പിച്ച് കാണിച്ച് നിങ്ങൾക്ക് എന്താണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതോ ആൾക്കാരെ മൊത്തം വെല്ലുവിളിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതോ? അതിനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സംശയ കണ്ണോട് കാണുന്ന ഈ ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത്.